കാർഷിക സമൃദ്ധിയുടെ നല്ല കാലത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുമായി നാട്ടുപച്ച വീണ്ടും എത്തിയിരിക്കുന്നു. നാട്ടുപച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ വേനൽക്കാലമാണ്. പച്ചക്കറികൾക്ക് ആവശ്യത്തിന് നന ലഭിച്ചാൽ വളരാൻ ആവശ്യമായി സൂര്യപ്രകാശം ലഭിക്കുന്ന സമയം. 2 മാസം കഴിഞ്ഞാൽ മഴക്കാലം ഇങ്ങെത്തും. കൃഷിക്ക് വെല്ലുവിളിയാണ് മഴക്കാലം. മഴയെ അതിജീവിച്ചും കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കൊച്ചി മുനമ്പത്തെ ഷൈജയെ മാതൃകയാക്കണം. മഴമറ അഥവാ റെയിൻ ഷെൽട്ടറാണ് ഷൈജയുടെ കൂട്ടാളി. മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നവർക്കുള്ള മഴപ്പേടി ഷൈജ രാജേഷിനില്ല. ആ പേടി ഇല്ലാതാക്കിയത് ഈ മഴമറയാണ്. മഴയിൽ നിന്ന് രക്ഷ നേടാൻ നമ്മൾ കുട പിടിക്കുന്നത് പോലെ ചെടികൾക്ക് പിടിച്ചിരിക്കുന്ന കുടയാണ് മഴമറ. ഈ കുടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്കു വേണ്ട സൂര്യപ്രകാശം ഈ കുട കടത്തിവിടും. മഴ നശിപ്പിച്ച കൃഷിയെക്കുറിച്ചുള്ള ദുഃഖത്തിൽ നിന്നാണ് ഈ വീട്ടിൽ മഴമറയുടെ വരവ്. അതെന്ന് വെച്ചാൽ ഈ മഴക്കാലമാകുമ്പോൾ എനിക്ക് വെള്ളക്കെട്ടായത് കാരണം ഭയങ്കര പ്രശ്നമാണ്. വെള്ളക്കെട്ടത്തിൽ എൻ്റെ കൃഷിയൊക്കെ നശിച്ചു. കഴിഞ്ഞ വർഷം ഒരു 40 വാഴ ഇങ്ങനെ ഏത്തവാഴ കൊലച്ച് വന്നുകൊണ്ടിരിക്കണമായിരുന്നു. ആ വാഴയൊക്കെ മഴ പെയ്തതോടുകൂടി മറിഞ്ഞു വീണു. അപ്പോൾ പിന്നെ ഭയങ്കര ടെൻഷനാണ് നമുക്ക്. നമ്മി നട്ടുപിടിപ്പിച്ച് നോക്കിയിരുന്നിട്ട് അതിങ്ങനെ നശിച്ചു പോകണം. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്ന് കരുതി. സൂര്യപ്രകാശത്തിലെ ഹാനികരമായ അൾട്രാ വയലറ്റ് രശ്മികളെ മാത്രം തടഞ്ഞു നിർത്തുന്ന UV ഷീറ്റുകളാണ് മഴമറയിൽ ഉപയോഗിക്കുന്നത്. ഷൈജ ഈ ഷെൽട്ടർ നിർമ്മിച്ചിരിക്കുന്നത് 1000 ചതുരശ്ര അടി സ്ഥലത്താണ്. ഷൈജയും ഭർത്താവ് രാജേഷും ചേർന്ന് ഡിസൈൻ തയ്യാറാക്കി. GI പൈപ്പുകൾ ഉപയോഗിച്ച് സ്ട്രക്ചർ നിർമ്മിച്ചു. കടുത്ത ചൂടിനെ നിയന്ത്രിക്കാൻ ചുവന്ന നിറത്തിൽ നെറ്റിട്ടു. പിന്നെ ചൂടിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. റെഡ് നെറ്റ് ഇട്ടപ്പോൾ കുറച്ച് ഭാഗമാണ് റെഡ് നെറ്റ് ഇട്ടിരുന്നത്. അപ്പോൾ ചൂട് കുറച്ച് കുറവ് പോലെ തോന്നി. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തൊക്കെ റെഡ് നെറ്റ് ഇട്ട്. പിന്നെ ഈ സൈഡിലും നെറ്റിട്ടാന്ന് വെച്ചാൽ കീടങ്ങളും കുറയും. ഇനി മഴക്കാലം വന്നാലും കാറ്റടി ആ പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ, കീടങ്ങളുടെ ശല്യം, അതിൽ നിന്നൊക്കെ ഒരു ഇതുണ്ടാവും. മട്ടുപ്പാവിലെ കൃഷിത്തോട്ടം വീട്ടിൽ നിന്ന് വേറിട്ട ഒരു ഇടമാണെന്ന് പറഞ്ഞാൽ ഇവർ സമ്മതിക്കില്ല. തോട്ടത്തിന് വീട്ടിലെ ഒരു മുറിക്കുള്ളതുപോലെ അഴകും വൃത്തിയും വേണമെന്ന കാര്യത്തിൽ നിർബന്ധമാണ്. ചെടികൾക്ക് ഇരിപ്പിടമായി സ്റ്റാൻഡുകൾ വച്ചതിനു പിന്നിൽ അങ്ങനെയും ഒരു കാരണമുണ്ട്. അതിനു മുകളിൽ സീലിംഗ് ഷീറ്റ് വിരിച്ചാണ് ബാഗുകൾ വയ്ക്കാൻ സ്ഥലമൊരുക്കിയത്. അതെന്ന് വെച്ചാൽ നമ്മുടെ ടെറസ് മോശമാവില്ല, നല്ല നീറ്റായിട്ട് കിടക്കും. പിന്നെ മഴക്കാലത്ത് പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതാണ് സ്റ്റാൻഡ് വെക്കാൻ തുടങ്ങിയത്. അപ്പോൾ സ്റ്റാൻഡ് വെച്ചപ്പോൾ തോന്നി കൂടുതൽ ഭംഗിയായി. വേണമെങ്കിൽ സ്റ്റാൻഡ് വെച്ചില്ലായിരുന്നു വെച്ചെങ്കിൽ കുറച്ചും കൂടി ഇത്ര ഭംഗിയായിട്ട് വെക്കാനും പറ്റില്ല, സ്ഥലം കുറച്ച് വേസ്റ്റായി പോയനെ. ഇതെന്ന് വെച്ചാൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ നമുക്ക്. ഞാൻ ചെടികളുടെ വളർച്ച അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഭംഗിയാക്കിയൊക്കെ വെക്കാമല്ലോ. UV ഷീറ്റിന് 5 വർഷം ഗ്യാരണ്ടിയുണ്ട്. പായലും അഴുക്കും പിടിച്ചാൽ ഷാംപൂ കലക്കിയ വെള്ളം ചീറ്റിച്ച് കഴുകിയാൽ മതി. മഴമറയ്ക്കും സ്റ്റാൻഡിനുമൊക്കെയായി 1,10,000 രൂപ ചിലവായി. സാധനങ്ങൾ മുഴുവൻ നേരിട്ട് വാങ്ങി പണിക്കാരെ കൊണ്ട് ചെയ്യിച്ചെടുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ചെലവ് നിയന്ത്രിക്കാൻ കഴിഞ്ഞത്. ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ കൊണ്ടുവന്ന് മാവൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഊഞ്ഞാലാടാന്നുള്ള ആ ഒരു ഇതോടുകൂടിയാണ് മാവ് കൊണ്ടുവന്ന് ഇവിടെ വെച്ചത്. അത് കഴിഞ്ഞ് ഒരു ഇളയ ആൾക്ക് 4 മാസമുള്ളപ്പോൾ ഇവിടെ പുല്ല് പിടിച്ച് കിടക്കണമായിരുന്നേ പറമ്പൊക്കെ. അപ്പം ഞാൻ ഈ പയർ, പീച്ചിലി ഐറ്റംസില്ലേ അതൊക്കെ വെച്ച്. അപ്പോൾ നന്നായിട്ടുണ്ടായി. അടുത്ത വർഷം കുറച്ച് കൊള്ളി വെച്ച്, പിന്നീട് വാഴ വെച്ച്, പിന്നെ അങ്ങോട്ട് കൂടുതൽ ചെയ്യാൻ തുടങ്ങി. 300-ലധികം ഗ്രോ ബാഗുകൾ ഭംഗിയിൽ അടുക്കിയിട്ടുണ്ട് ഇവിടെ. സ്റ്റാൻഡുകൾക്ക് ഉയരത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. ചെടികളുടെ വളർച്ചയനുസരിച്ചാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതും തോട്ടത്തിന്റെ ഭംഗി കൂട്ടുന്നു. നല്ല ഭക്ഷണം കഴിക്കാൻ, ഞാൻ നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു ഇതോടുകൂടിയല്ല കൃഷി തുടങ്ങിയത്. കൃഷിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് തുടങ്ങിയത്. ഇപ്പോൾ 1-2 വർഷമായിട്ടുള്ള ഈ വിഷം എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കണത്. നമ്മൾക്ക് കൃഷിയോടുള്ള ഇഷ്ടം, പിന്നെ കുടുംബമായിട്ട് കുറേ നേരം നിൽക്കുക, ഒരു സന്തോഷം. എന്താണ് ഒരു പാർക്കിൽ വന്ന് കിട്ടുന്ന സന്തോഷമില്ലേ, അതാണ്. മണ്ണിനൊപ്പം മണലും ചകിരിച്ചോറും അടിവളങ്ങളും ചേർത്താണ് ഗ്രോ ബാഗുകൾ നിറയ്ക്കുന്നത്. ചാണകപ്പൊടിയും ആട്ടിൻ കാഷ്ടവുമൊക്കെ വീട്ടിനടുത്തു നിന്ന് തന്നെ ശേഖരിക്കും. ചകിരിച്ചോറും ചേർത്ത് തയ്യാറാക്കുന്ന നടിയിൽ മിശ്രിതമാണ് ചെടികളുടെ ആരോഗ്യത്തിന്റെ പ്രധാന അടിസ്ഥാനം. ചാണകപ്പൊടി
ആട്ടിൻകാഷ്ടം, കോഴിക്കാഷ്ടം ഇതൊക്കെ ചെറിയ രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ടാവും. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഗ്രോ ബാഗിലേക്കുള്ള മണ്ണ് റെഡിയാക്കുന്നത്. പിന്നെ തൈ മുളപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. നമ്മൾ തന്നെയാണ് തൈ വിത്ത് വാങ്ങിച്ചിട്ട് ഞാനും മക്കളും തന്നെയാണ് മുളപ്പിക്കുന്നത്. ഷൈജയുടെ നടീൽ രീതിക്കുമുണ്ട് ചില പ്രത്യേകതകൾ. തൈകൾ ആദ്യം നടുമ്പോൾ ബാഗിൽ മണ്ണ് പൂർണ്ണമായും നിറയ്ക്കില്ല. 1/3 മണ്ണ് മാത്രം വെച്ചാണ് നടുന്നത്. പിന്നെ ഘട്ടം ഘട്ടമായി മണ്ണളവ് കൂട്ടും. ആദ്യം ഒരു ചെറിയ വലിപ്പം ചെറുതല്ല, അപ്പോൾ അതിന് അനുസരിച്ചിട്ടുള്ള വളം മതിയല്ല മണ്ണും. അപ്പോൾ അതിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ട് മണ്ണും വളവും കൂട്ടി കൊടുക്കും. ആദ്യം കുറേ മണ്ണ് കൂട്ടി കൊടുത്താൽ പിന്നെ വലുതാകുമ്പോൾ ഗ്രോ ബാഗിൽ ഇടം ഉണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വളവും ചെടികൾക്ക് കിട്ടില്ല. തുള്ളി നനയ്ക്കുള്ള ട്രിപ്പ് കിറ്റ് വാങ്ങി വച്ചിട്ടുണ്ടെങ്കിലും സ്ഥാപിച്ചിട്ടില്ല. നേരിട്ട് ചെടികൾക്ക് അടുത്തു പോയി നനയ്ക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് ഇവരുടെ വിശ്വാസം. കൃഷി നശിപ്പിക്കുന്ന ചെറുപ്രാണികളെ തടയാൻ കെണികൾ ഉപയോഗിക്കും. ഈച്ചക്കെണിയും മഞ്ഞക്കെണിയും വഴിയാണ് പ്രാണിപിടുത്തം. കീടനാശത്തിനും ജൈവമാർഗങ്ങൾ മാത്രം. കൂടുതലായിട്ട് വേപ്പെണ്ണ ഉപയോഗിച്ചിട്ടിരിക്കുന്നത്. വേപ്പെണ്ണ 2 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കും. ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്യും. പിന്നെ വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ കുറേ കീടങ്ങളൊക്കെ, ഈ വെള്ളീച്ചയൊക്കെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ കുറേയൊക്കെ പോകും. ചാണകത്തിൽ വേപ്പിൻ പിണ്ണാക്ക് ചേർത്തുണ്ടാക്കുന്ന സ്ലറിയാണ് മുഖ്യവളം. ഇത് 10 ഇരട്ടി വെള്ളവും ചേർത്ത് ചെടികൾക്ക് നൽകും. വിളവെടുപ്പ് പൂർത്തിയായാൽ ചെടി പിഴുതുമാറ്റും. മണ്ണിളക്കി പുറത്തിട്ട് വീണ്ടും നിറയ്ക്കും. ഗ്രോ ബാഗിൽ നിന്ന് മണ്ണ് പ്ലാസ്റ്റിക് ഷീറ്റിൽ മാറ്റിയിട്ട് അത് വെയിൽ കൊള്ളിക്കും. തുറന്നിട്ട് ഇങ്ങനെ വെയിൽ കൊള്ളിച്ചിട്ട് അതിലേക്ക് കുമ്മായി ഇടും. അത് ഒരു 6-7 ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ പിന്നെ അത് ഗ്രോ ബാഗിലേക്ക് വീണ്ടും നിറക്കുള്ളൂ. അപ്പോൾ വീണ്ടും നമ്മൾ ഈ ചാണകപ്പൊടിയും ആട്ടിൻകാഷ്ടവും കോഴിക്കാഷ്ടവും ഒക്കെ വീണ്ടും അതിലേക്ക് ചേർക്കും. ഭർത്താവ് രാജേഷ് എല്ലാ പ്രവർത്തനത്തിനും കരുത്ത് നൽകി കൂടെയുണ്ട്. മത്സ്യകൃഷിയിലും വ്യവസായത്തിലും വിജയം വരിച്ച അനുഭവം രാജേഷിനുണ്ട്. 2 മക്കൾക്കും വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ഇടം ഇവിടുത്തെ കൃഷിസ്ഥലമാണ്. സ്കൂൾ വിട്ടു വന്നാൽ ചെടികളുടെ കാര്യം നോക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ. കുടുംബത്തിന്റെ സന്തോഷ ചിത്രങ്ങളിൽ ഏറെയും ഈ കൃഷിയിടത്തിൽ നിന്ന് ഉള്ളവയാണ്. കുടുംബ ജൈവ കൃഷിയാണ്. ജൈവ രീതിയിലുള്ള കുടുംബമായിട്ട് കുറച്ച് നേരം നമുക്ക് സന്തോഷമായിട്ട് നിൽക്കാമല്ലോ. കുറേ നേരം രാവിലെയും വൈകുന്നേരം എല്ലാവരും കൂടിയാണ്. എൻ്റെ മക്കളുണ്ട്, ലക്ഷ്മിയും കൃഷ്ണയും, എൻ്റെ ഹസ്ബൻഡ് രാജേഷും ഞാനും മക്കളും കൂടിയാണ് ഇതൊക്കെ നോക്കുന്നത്. 5 വർഷമായി ഷൈജ ഇത്ര വിപുലമായി കൃഷി ആരംഭിച്ചിട്ട്. ഓരോ വർഷവും കൃഷിയിടം വലുതാക്കി വരുന്നു. അതിനൊപ്പം കൃഷി അറിവുകളും വിപുലമാക്കുന്നുണ്ട്. താൽപ്പര്യത്തോടൊപ്പം കൃഷി വിദ്യാഭ്യാസവും ആവശ്യമാണെന്നാണ് ഷൈജയുടെ പക്ഷം. കീടങ്ങളുടെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ ചീയൽ രോഗങ്ങൾ, ഈ തക്കാളി മുളകിനൊക്കെയാണ് ആ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഈ സ്യൂഡോമോണസ് ഉപയോഗിക്കേണ്ടത്, വേപ്പെണ്ണ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാർഷിക ക്ലാസ്സിൽ നിന്നാണ് കിട്ടുന്നത്. പിന്നെ കർഷകരുമായിട്ടുള്ള ഇടപെടലിൽ നിന്ന് പല ഇതും കിട്ടും. വീടിന് ചുറ്റുമുള്ള പറമ്പിലെ സ്ഥലവും പരമാവധി കൃഷിക്കായി ഉപയോഗിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ടിന്റെ അപകടം കുറയ്ക്കാൻ ഷീറ്റുകൾ കൊണ്ട് മണ്ണ് ചേർത്തുകൂട്ടിയാണ് കൃഷി. ചെറിയ തോതിൽ കോഴി വളർത്തലുമുണ്ട്. വീട്ടിലെ ഭക്ഷണ മാലിന്യങ്ങളും മറ്റും തീറ്റയായി കൊടുത്താൽ വീട്ടാവശ്യത്തിനുള്ള മുട്ട ആവശ്യത്തിന് കിട്ടും. കോഴിക്കാഷ്ടം ചെടികൾക്ക് വളമായി ഉപയോഗിക്കുകയും ചെയ്യാം. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എല്ലാവരും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മക്കൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുത്താൽ പോരാ, നല്ല ഭക്ഷണം കൊടുക്കണ്ടേ. അപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി പച്ചക്കറി കഴിക്കണം. പാട്ടും നൃത്തവും കരാട്ടയുമൊക്കെ പഠിച്ച് ജീവിതം വർണ്ണാഭമാക്കിയ വനിതയാണ് ഷൈജ. വീട്ടമ്മയ്ക്ക് ഭക്ഷണമുണ്ടാക്കാൻ മാത്രമല്ല, ഭക്ഷണമുണ്ടാക്കാൻ ആവശ്യമായ പച്ചക്കറികളും ഉണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് ഇവരിപ്പോൾ. കുടുംബത്തിന്റെ പിന്തുണയുണ്ടെങ്കിൽ ഒരു പൂന്തോട്ടം പോലെ മനോഹരമായ പച്ചക്കറിത്തോട്ടം ആർക്കും സ്വന്തമാക്കാമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ പറയുകയാണ് ഷൈജ. മഴമറയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഷൈജയെ സമീപിക്കാം. വിലാസം ശ്രദ്ധിക്കുക. ഷൈജ രാജേഷ്, മാടത്തിങ്കൽ ഹൗസ്, മുനമ്പം, എറണാകുളം.
ഫോൺ നമ്പർ 9526700594. നമ്പർ ഒരിക്കൽ കൂടി 9526700594. നാട്ടുപച്ചയുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർത്തിയാകുന്നു. നാട്ടുപച്ചയുടെ മുൻപുള്ള എപ്പിസോഡുകൾ ManoRamaNews.com-ലും യൂട്യൂബിലും ലഭ്യമാണ്. നാട്ടുപച്ചയെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അഭിപ്രായങ്ങൾ അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, നാട്ടുപച്ച, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.